ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഷോർട്സ് അല്ലാണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ഫുൾ ഡേ പുറത്ത് തന്നെ ആയതുകൊണ്ട് അതൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ തന്നെ പോകുന്നത് ദുബായിൽ ഗൾഫ് ഫുഡ് എന്ന് പറയുന്ന ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ UAE എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കമ്പനിയിൽ പ്രോഡക്ട്സ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. 5 ദിവസത്തെ ഇവൻ്റാണ്. അപ്പോൾ ഹസ്ബൻഡിന് അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും പോകേണ്ടി വരും. നമ്മൾ മെട്രോയിലാണ് പോയത്, അതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം വണ്ടി എടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ മെട്രോ ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ആദ്യം തന്നെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ടിക്കറ്റ്സിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. കയറി നമ്മൾ ടിക്കറ്റ്സിൻ്റെ പ്രിൻ്റ് ഔട്ടും ടാഗും ഒക്കെ അവിടെ നിന്ന് കിട്ടി. കഴിഞ്ഞ വർഷം ഒരു ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, അതിനേക്കാളും തിരക്കാണ് ഇപ്രാവശ്യത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ബാഗേജ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറും കൂടി ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറേണ്ടത്. അങ്ങനെ എൻട്രൻസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം മാത്രമേ വിസിറ്റേഴ്സിന് എക്സിബിറ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തോട്ട് കയറി. അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞെങ്കിൽ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് കാണാൻ പറ്റും. പല പല ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ്സ് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത പോലത്തെ കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഈ പേസ്ട്രീസൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇതുപോലെ പല കളേഴ്സിലും പല ഡിസൈൻസിലൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ നമുക്ക് നോക്കി നടക്കാൻ ഭയങ്കര രസമാണ് അവിടെ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ലൈവായിട്ട് ഇതുപോലത്തെ കേക്ക്സും പേസ്ട്രീസൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഈ നൂഡിൽസ്, പാസ്ത, പിസ്സ, കോഫി, പിന്നെ ഐസ്ക്രീംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതൊക്കെ തായ്ലൻഡ് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഈ കറികൾ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ നിന്നില്ല, കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണോ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഇതുപോലത്തെ ഐസ്ഡ് ടീ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ലതായിരുന്നു. ഇത് കൊറിയൻ നൂഡിൽസാണ്. കുറേ കൊറിയൻ ഡ്രാമ സീരീസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അവരുടെ ഫുഡിനോട് ഭയങ്കര ഒരു ഇങ്ങനെ കൊതി തോന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു നൂഡിൽസ് 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 1-2 എടുത്ത് ട്രൈ ചെയ്ത് നോക്കി. കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള എന്നാൽ സ്പൈസി ആയിട്ടുള്ള ടൈപ്പ് ഓഫ് നൂഡിൽസാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന. 2 ഒരെണ്ണം ഒരു നോർമൽ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്ന നൂഡിൽസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇത് ബബിൾ ടീ ആണ്. പല ഫ്ലേവേഴ്സിൽ വരുന്ന ബബിൾ ടീ അവിടെ ഇങ്ങനെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ചോക്ലേറ്റ് ഫ്ലേവർ എന്തോ വരുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ ഈ പേസ്ട്രി ഐറ്റംസ് ആണ്. കുറേ മഫിൻസ്, പിന്നെ ക്രോസാൻഡ്, അങ്ങനത്തെ സാധനങ്ങൾ. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോട്ടീൻ ബാറിൻ്റെ സ്റ്റാളിൽ പോയി. അവിടെ നിന്ന് പുള്ളി അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് പ്രോട്ടീൻ ബാസ് ട്രൈ ചെയ്യാൻ തന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഇൻഡോമി നൂഡിൽസ് ട്രൈ ചെയ്തു. ഈ കാണുന്നത് കോഫിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് അതിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അവരുടെ പ്രോഡക്ട്സിനെ പറ്റിയിട്ട്. അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് എന്ന് പറയുന്നത് കോഫി ക്രിസ്റ്റൽസിൻ്റെ മൈക്രോസ്കോപ്പിക് പിക്ചേഴ്സാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ നടന്ന് തളർന്ന് കാല് വേനിക്കാൻ തുടങ്ങി. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നിർത്താമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങുന്ന സമയത്ത് കിൻസ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് അവർ കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് സമയത്ത് ഈ ഒരു ലേഡി വന്നിട്ട് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുത്ത് തരട്ടെ, പോസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ പോസ് ചെയ്തു. അത് ഇൻസ്റ്റാക്സിൻ്റെ ക്യാമറയുടെ പ്രൊമോഷനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടൊരു ഫോട്ടോയും കിട്ടി.
ലൈഫ് ഫാർമസിയുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ്സിൻ്റെ പ്രൊമോഷനായിട്ട് അവിടെ നിന്ന് വൈറ്റമിൻ സി ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൂബെറിയുടെ ഫ്ലേവർ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ പോയി അടുത്ത മെട്രോ പിടിച്ചു. നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആയിരിക്കണം. ഇനി സമ്മർ തുടങ്ങാനുള്ളതിന് മുന്നേ ആയിട്ടാണ് ഒരു മഴ ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഇനിയിപ്പം സമ്മർ വരാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. കയറിയ സമയത്ത് നല്ല തിരക്കുള്ളത് കൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഇനി കമ്മിങ് വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.